ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന നാസിക്കിലേക്കാണ് പോകുന്നത്. അപ്പം E10C സ്വാഗതം. നാസിക്കിലേക്ക് പോയിന്ന് ലോക്മാന്യ തിലക് ടെർമിനസ് അല്ലെ കുർള ടെർമിനസിലേക്ക്. ഇന്നിവിടെ കുർള ടെർമിനസിലുള്ളത്. ഇതാണ് കുർള ടെർമിനസിൻ്റെ മെയിൻ എൻട്രൻസ് ഹാൾ. റിസർവേഷൻ ടിക്കറ്റ്, അൺറിസർവ് ടിക്കറ്റ്, ജനറൽ ടിക്കറ്റ് എല്ലാം ഇവിടെ തന്നെ കിട്ടുക. സമയം രാവിലെ 7:30 മണി. ജനറൽ ടിക്കറ്റിന് ക്യൂ ഉണ്ട്, നല്ല ക്യൂ ഉണ്ട്. നമ്മളെ ട്രെയിൻ 8 മണിക്കാണ്, 7:30 കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നാസിക്കിലേക്ക് 3 മണിക്കൂറുണ്ട്. ടിക്കറ്റ് കുറച്ച് താമസമുണ്ട്, ഒരു 10-15 മിനിറ്റ് താമസമുണ്ട്. എന്നാലും കാത്തിരിക്കുക. ട്രെയിനിൽ നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. സ്ലീപ്പർ കിട്ടില്ല, ജനറൽ എടുത്തിട്ട് സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ലോക്കൽ ട്രെയിൻ ഇറങ്ങുകയാണെങ്കിൽ തിലക് നഗർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ അവിടെ ഇറങ്ങുക. തിലക് നഗർ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കുർളയിലേക്ക് ഒരു പാസേജ് ഉണ്ട്. അപ്പോൾ ആ പോകുന്ന പാസേജാണ് ഈ കാണുന്ന പാസേജ്. തിലക് നഗറിന് എക്സിറ്റ് എടുത്ത് നേരെ ഒരു 5 മിനിറ്റ് ഈ പാസേജ് കൂടെ നടന്നു കഴിഞ്ഞാൽ നേരെ കുർള റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് ചെന്ന് കയറാം. അപ്പോൾ അതാണ് ഈ പാസേജ്. അപ്പോൾ നിങ്ങളിപ്പം തിലക് നഗറിൽ ഇറങ്ങി ടാക്സിയോ അല്ലെ ഓട്ടോ പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ കുർള ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കുർളയിൽ നിന്ന് ലോക്കൽ ട്രെയിൻ കിട്ടണമെങ്കിൽ നേരെ തിലക് നഗറിലേക്ക് വന്നാൽ മതി. ഇതേപോലെ ഇനി നമ്മുടെ അടുത്ത് ലഗേജ് എല്ലാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ട്രോളി ബാഗ് അല്ലെ ട്രോളി ലഗേജ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടി പോവാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയില്ല നിങ്ങൾ. തിലക് നഗർ ടെർമിനസ്. തിലക് നഗർ ടെർമിനസ് നിന്ന് കുർള ടെർമിനസിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് നാസിക്കിലേക്ക് ഇന്ന് പോകേണ്ടത്. നമ്മളില്ലല്ലോ ലോക്മാന്യ തിലക് ടെർമിനസ്. ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസ്. ഇവിടുന്ന് നേരെ നാസിക്കിലേക്ക് 15945 8 വണ്ടി. ഡിപ്പാച്ചർ ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 2. LTT ദിബ്രുഗർ എക്സ്പ്രസ്. അപ്പോൾ ഇത് ലോക്മാന്യ തിലക് ടെർമിനസ്. ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയല്ല, ഇത് ടിക്കറ്റ് കൗണ്ടർ ഫ്രണ്ടിലാണ്, ഫ്രണ്ട് എൻട്രൻസ്. നമ്മളിത് ലോക്കൽ ട്രെയിൻ തിലക് നഗർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ പാസേജ് കൂടെ കുർള ടെർമിനസിലേക്ക് വന്നതാണ്. എക്സ്പ്രസ് ട്രെയിൻ, സൂപ്പർ ഫാസ്റ്റെല്ലാം ഇവിടെ നിന്നാണ് പോവുക, ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം 1 ടിക്കറ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ കാണുന്നത് കുർള ടെർമിനസ്. നാട്ടിൽ നല്ല നേത്രാവതി എക്സ്പ്രസ് കുർളയിലേക്കാണ് വരിക. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 ഗോയിങ് ടു നാസിക് ഫ്രം കുർള.
രാവിലെ സമയം 7:15. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയ തണുപ്പുണ്ട്. അങ്ങനെ ലോക്കൽ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നയാ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നാസിക്കിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും E10C സ്വാഗതം. എല്ലാവർക്കും E10C. ഇന്ന് നമ്മൾ പോകുന്നത് നാസിക്കിലേക്കാണ് പോകുന്നത്. കുർള ടെർമിനസ്, ലോക്മാന്യ തിലക് ടെർമിനസ്. ഇതേതാ വണ്ടി ഇവിടെ? എവിടത്തേക്കോ പോകേണ്ട വണ്ടി സ്ലീപ്പർ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട്. സൈഡിലുള്ള വണ്ടി അത് ബംഗാളിയിലാണ് എഴുതിയെന്ന് തോന്നുന്നു. നല്ല തിരക്കാ വണ്ടിയിൽ. എനിക്കൊന്ന് നമുക്ക് പോകേണ്ട വണ്ടി തന്നെയാന്ന് തോന്നുന്നു. ദിബ്രുഗർ 8:05 പുറപ്പെടും. സെക്കൻഡ് ക്ലാസ് എല്ലാം നല്ല തിരക്കാ. സെക്കൻഡ് ക്ലാസ് നല്ല തിരക്കാ. നാസിക് വരെ പോകണം. നോക്കാം ഏതായാലും എങ്ങനെയാന്ന്. ടിക്കറ്റ് എടുക്കണേ പ്ലാറ്റ്ഫോം നമ്പർ 1 ടിക്കറ്റ് കിട്ടുക. നമുക്ക് പോകേണ്ട വണ്ടിയാണ് ലെഫ്റ്റ് കിടക്കുന്നത്. LTT ദിബ്രുഗർ എക്സ്പ്രസ്. ദിബ്രുഗർ എന്ന് പറയുമ്പോൾ ആസാം ദിബ്രുഗർ. നമ്മൾ പോകുന്നത് നാസിക്. 3 മണിക്കൂർ. മുംബൈ ടു നാസിക് 3 hours. ഇപ്പം തന്നെ സ്ലീപ്പറും ലോക്കൽ ജനറൽ എല്ലാം നിറഞ്ഞിരിക്കുക. ഏതായാലും ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ കയറാം. ടിക്കറ്റിന് നല്ല തിരക്കാണ് കേട്ടോ ലോക്മാന്യ തിലക് ടെർമിനസിൽ. അപ്പോൾ ആ സമയം കൊണ്ടൊന്ന് പുറത്തെല്ലാം കാണിക്കാമെന്നില്ല ഇതിൽ പുറത്ത് വന്നതാ. ഇപ്പോൾ ട്രെയിൻ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അറൈവൽ കുറേ ഉണ്ട്, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഡിപ്പാച്ചർ ഒരു ട്രെയിൻ ഉണ്ട് ദിബ്രുഗറിലേക്ക്. അതിൽ വേണം എനിക്ക് നാസിക്കിലേക്ക് പോകാൻ. തിരക്ക് കൂടുമ്പോൾ ഇവിടെ കൂടെ വരുന്ന ആൾക്കാരെ ഉള്ളിൽ കയറ്റലില്ല. ചില സമയങ്ങളിൽ ചില സമയം കയറ്റും. പാസഞ്ചേഴ്സിനെ മാത്രമേ ഉള്ളിൽ കയറ്റും പ്ലാറ്റ്ഫോമിലേക്ക്. ആകെ 3 കൗണ്ടറാണ് തുറന്നു വെച്ചിരിക്കുന്ന ടിക്കറ്റിന്. 10-15 മിനിറ്റായി കാത്തിരിക്കുന്നു. ഒരാൾ ക്യൂവിലുണ്ട്. അപ്പോൾ ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസിൻ്റെ ഉള്ള്. താഴത്തെല്ലാം ആൾ കിടന്നുറങ്ങുന്നുണ്ട്. സ്റ്റേഷനെല്ലാം വലിയ സ്റ്റേഷൻ. പക്ഷേ കൗണ്ടർ കുറേ കൗണ്ടർ ഉണ്ട്. 5-6 കൗണ്ടർ ഉണ്ട് ടിക്കറ്റിനെല്ലാം. പക്ഷേ ആകെ 2-3 സ്റ്റാഫില്ലോ. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിലാണെങ്കിൽ പ്രൈവറ്റിൻ്റെ സ്റ്റാഫും ഇല്ല. അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ പ്രൈവറ്റ് സ്റ്റാഫ് ഉണ്ടാവലുണ്ട്. എൻട്രി ഒരു വണ്ടി വന്നിട്ടുണ്ട്. എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല. പ്ലാറ്റ്ഫോം 1 ഒരു വണ്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കുർളയിൽ നിന്ന് എപ്പോൾ തിരക്കാണ്. നോർത്ത് ഇന്ത്യ, വെസ്റ്റ് ബംഗാൾ, പട്ന, ബീഹാർ, UP. കാരണം ഇവിടെ നിന്നെല്ലാം ഒരുപാട് എംപ്ലോയീസ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. വരികയും പോവുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ട്രെയിനുകൾ പോകുന്ന കുർള, ദാദർ, CST ഇങ്ങനെയുള്ള സ്റ്റേഷനാണ്. ബാൻഡ്ര. അപ്പോൾ നോർത്തിലേക്ക് പോകുന്ന ട്രെയിനെല്ലാം തിരക്കാണ്. അധികം തിരക്കാണ്. ഇപ്പോൾ ഈ പോകുന്ന ആസാമിലേക്ക് പോകുന്ന ട്രെയിനാണ് LTT ദിബ്രുഗർ എക്സ്പ്രസ്. അതും തിരക്ക് തന്നെ. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നേയില്ലോ കുർള ടെർമിനസ്. എട്ട് 5 വണ്ടി. 7:30 കഴിഞ്ഞു. ടിക്കറ്റ് 10-15 മിനിറ്റായി കാത്തിക്കുന്നു. ഇതുവരെ കിട്ടിയില്ല. ഇനിയൊരു 10 മിനിറ്റ് കാത്തിക്കേണ്ടി വരും. ഓക്കെ. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക.
നാസിക് എത്തിയിട്ട് ബാക്കി. ഓക്കെ, ടേക്ക് കെയർ. ട്രെയിനിലെ തിരക്കും കഴിഞ്ഞ് നമ്മൾ നാസിക് സ്റ്റേഷനിലെത്തി. നാസിക് റോഡ്. ഇത് ബീഹാറിലെ പട്ന വഴി ആസാമിലെ ദിബ്രുഗറിലേക്ക് പോകുന്ന ട്രെയിനാണ്. 3.25 മണിക്കൂർ കുർളേന്ന്, മുംബൈ കുർളേന്ന് നാസിക് റോഡിലേക്ക് 3.25 മണിക്കൂർ. തിരക്ക്. ഓ, സ്റ്റെപ്പ് കയറണമല്ലോ, സ്റ്റെപ്പ് കയറണം. അപ്പോൾ ഇതാണ് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഗോദാൻ എക്സ്പ്രസ് റൈറ്റിൽ. നാസിക് റോഡ് സ്റ്റേഷൻ. അങ്ങനെ നാസിക് റോഡ് സ്റ്റേഷനിലുള്ള നാസിക് റോഡ് സ്റ്റേഷനിൽ പുറത്തുള്ള കാഴ്ചകൾ കാണാം. നാസിക് റോഡ് എൻട്രൻസ്, ബുക്കിംഗ് ഓഫീസ്. അപ്പോൾ ഇതാണ് നാസിക് റോഡ് സ്റ്റേഷൻ, നാസിക് സിറ്റി. അപ്പോൾ അതിൻ്റെ നേരെ തൊട്ട് പുറത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമ്മളപ്പോൾ നാസിക് റോഡിൽ നിന്ന് നേരെ ത്രിംബകേശ്വർ മന്ദിർ അല്ലെങ്കിൽ ത്രിംബകേശ്വർ അമ്പലം, ത്രിംബകേശ്വർ ജ്യോതിർലിംഗം, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പുറത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ജസ്റ്റ് പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ബസ് പോകുന്നുണ്ടോന്ന്. കഴിച്ചിട്ടില്ല ഒന്നും, അവിടെ തന്നെ കയറാം. ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായത്. അവിടെ അത് ആവത്ത് വെജ് റെസ്റ്റോറൻറ്റ്. വാ, ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കയറണ്ട. അപ്പോൾ ഈ കാണുന്നതാണ് നാസിക് റോഡ്, സെൻട്രൽ റെയിലിൻ്റെ അണ്ടറിലാണ്. ആനത്ത് അത് നല്ലതാണോ നോക്കിയാ ശ്രീ ഒന്ന് ആദ്യം. എല്ലാം തോന്നുന്നല്ലേ, അറിയില്ലല്ലോ. പിന്നെ അതാ സായി, നീ നോക്കൊന്ന് അവിടെ സായി കൃപ അറിയില്ലല്ലോ. പിന്നെ അവിടെ ദീപക് അതൊന്ന് ചോദിച്ചോക്കൊന്ന്. त्र्यंबकेश्वर जाना है सर. അപ്പോൾ ഇവിടുന്ന് ഷിർഡി പോവാം, ത്രിംബകേശ്വർ പോവാം, പഞ്ചവതി പോവാം,
അങ്ങനെ ബോർഡ് കാണുന്നുണ്ട്, നാസിക് സിറ്റി. കഴിക്കണം എന്തെങ്കിലും, രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഏതാ പറഞ്ഞ? എന്നാ വാ, ഞാൻ കാണുന്നില്ല. അവിടെ ഒരു പരിവാർ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഒന്ന് ഒരു ബസ്സിൻ്റെ ചോദിച്ചാൽ, ത്രംബകേശ്വർ ബസ് ഇവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ. डायरेक्ट बस नहीं मिलता यहाँ से, आगे बस स्टॉप, बस स्टैंड से बस स्टैंड से मिलेगा, मिलता है. ओके, थैंक यू. അപ്പോൾ ഇവിടുന്ന് ബസ് ഡയറക്റ്റ് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓട്ടോക്കാർ കൃത്യമായിട്ട് പറഞ്ഞു തരില്ല ചോദിച്ചു കഴിഞ്ഞാൽ. ഏതായാലും കഴിക്കട്ടെ. പരിവാർന്ന് കാണുന്നുണ്ട്. നാസിക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിന് വന്ന് ഇറങ്ങുന്നത് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാസിക് സിറ്റിയിലേക്ക് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ബസ്സുണ്ട്, സിറ്റി ബസ്സസ് ഉണ്ട്. ചില ലോങ് റൂട്ട് ബസ്സസ് കുറവാണ്, സിറ്റി ബസ്സസ് ഉണ്ട്. ലോങ് റൂട്ട് ബസ്സസും ഇവിടെ ഈ നാസിക് റോഡിലേക്ക് വന്ന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ നാസിക്കിൽ പോകണം. നാസിക് സിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം 5 കിലോമീറ്ററാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തരം ബസ്സും കിട്ടും. ലോക്കൽ കിട്ടും, അതുപോലെ ലോങ് റൂട്ട് ഓടുന്ന കിട്ടും, ഇൻ്റർസ്റ്റേറ്റ് ബസ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഈ നാസിക് റോഡിൽ നിന്ന് നാസിക് സിറ്റിയിലേക്ക് പോകാൻ ഏകദേശം 100-150 രൂപ ഓട്ടോക്കാർ മേടിക്കും. കാരണം അതിൽ ഷെയറിംഗ് ഇല്ല, നമ്മൾ സ്വന്തം ഒരു ഓട്ടോ എടുത്തിട്ട് പോകണം. അങ്ങനെയാണ് ഈ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ നേരെ നാസിക് റോഡ് ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് നേരെ ത്രംബകേശ്വർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ത്രംബകേശ്വർ അമ്പലത്തിലേക്ക് നമ്മൾ എടുത്തത് ഓട്ടോ ആണ് എടുത്തത്. ഓട്ടോന് 600 റുപ്യ ഓട്ടോ ഫെയർ. അപ്പോൾ നമ്മളവിടെ കൊണ്ടുവിടും, അത്രയേ ഉള്ളൂ ഓട്ടോ. അത് നമ്മളവിടെ ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വേറെ ഓട്ടോയിൽ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഈ പോകുന്ന ഓട്ടോ കൊണ്ടുവിടാൻ മാത്രം, റിട്ടേൺ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നാസിക്കിൽ നിന്ന് ബസ്സും കിട്ടും. നമുക്ക് ഡയറക്റ്റ് ത്രംബകേശ്വറിലേക്ക് ബസ് കിട്ടും. ഒരാൾക്ക് 85 രൂപ. ഇത് നോൺ AC ബസ്സിൻ്റെ റേറ്റാണ്, 85 രൂപ. ലേഡീസിനും കുട്ടികൾക്കും, ചെറിയ കുട്ടികൾ അതുപോലെ ലേഡീസ് ഹാഫ് റേറ്റ് ചെയ്യില്ലോ. അത് മഹാരാഷ്ട്രയിൽ, ഓൾ ഓവർ മഹാരാഷ്ട്ര ഹാഫ് റേറ്റാണ് ലേഡീസിനും കുട്ടികൾക്കും. ത്രംബകേശ്വറിലേക്ക് 40 കിലോമീറ്റർ, 1 മണിക്കൂർ എടുക്കല്. പക്ഷേ വൈകുന്നേരമെല്ലാം ആകുമ്പം 1.5 മണിക്കൂറും എടുക്കും. കാരണം ട്രാഫിക്. നാസിക് സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി ഔട്ടർ ഹൈവേയിലേക്ക് കയറണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ സിറ്റി തന്നെ ഓടണം. അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് സമയം പോകും. അപ്പോൾ ഒരു 1.5 മണിക്കൂർ പിടിക്കും ത്രംബകേശ്വർ എത്താൻ വേണ്ടി. ബസ്സായാലും ഓട്ടോ ആയാലും. ഓട്ടോക്കാർ പറയും 1 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് എത്തുന്ന കാര്യം വിരളമാണ്. 1.5 മണിക്കൂറെങ്കിലും എടുക്കുന്നുണ്ട് ഈ ട്രാഫിക് കൊണ്ട്. നാസിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാസിക്കിൽ നിന്ന് ഷിർഡിയിലേക്ക് പോവാം. ഷിർഡി ടു നാസിക് ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ഒരു 3.5 മണിക്കൂർ ബസ്സിന് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് നാസിക്കിൽ വന്നു കഴിഞ്ഞാൽ ഷിർഡിയിലേക്ക് പോവാം. നാസിക്കിൽ വന്നു കഴിഞ്ഞാൽ ഗ്രീഷ്ണേശ്വർ ജ്യോതിർലിംഗം മന്ദിറുണ്ട്, അങ്ങോട്ടേക്കും പോവാം. പക്ഷെ അതും കുറച്ച് സമയമെടുക്കും. കാരണം അത് ഔറംഗാബാദ് അടുത്താണ് വരിക, ഈ പറഞ്ഞ ഗ്രീഷ്ണേശ്വർ മന്ദിർ. പിന്നെ നിങ്ങൾക്ക് നാസിക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേപ്സിൻ്റെ വൈൻയാർഡ് കാണാം. അതിൽ ഫേമസ് ആയിട്ടുള്ളതാണ് സുല വൈൻയാർഡ്സ്. സുല വൈൻയാർഡ്സിൻ്റെ വൈൻസ് എക്സ്പോർട്ടും പോകുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ഇന്ത്യയിലും കിട്ടും നിങ്ങൾക്ക് എല്ലായിടത്തും സുലേൻ്റെ വൈൻയാർഡിൻ്റെ വൈൻസ്.
അങ്ങനെ പിന്നെ പഞ്ചവതി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് രാമായണത്തിൽ അടയാളപ്പെടുത്തിയ കുറച്ച് ഇവൻസിനെ ബേസ്ഡ് ആയിട്ട് സീതാരാം ലക്ഷ്മൺ അവർ ഇവൻസിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പഞ്ചവതി. പിന്നെ നാസിക്കിൽ കുംഭമേളയും കൂടെ നടക്കുന്ന സ്ഥലമാണ് നാസിക്. അപ്പോൾ ഇങ്ങനെയില്ല കുറച്ച് പ്രാധാന്യമില്ല സ്ഥലമാണ് നാസിക്. നാസിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പോവാം. അങ്ങനെ നമ്മൾ ഒന്നര മണിക്കൂർ പിന്നിട്ട് ഏകദേശം 2 മണിക്കൂർ പിടിച്ച് നമ്മൾ ഊണെല്ലാം കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ത്രംബകേശ്വർ ഏകദേശം ഇപ്പം എത്തി. ഇനി നമുക്ക് അടുത്തത് ക്യൂ ഉണ്ടെന്നാണ് പറഞ്ഞ്. ശനി ഞായർ ദിവസങ്ങളിൽ തിരക്കുണ്ടാവും, അതുപോലെ ലീവില്ല ദിവസങ്ങളിലും തിരക്കുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പം ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങാമെന്ന് പറയാൻ പറ്റൂല. ക്യൂ അനുസരിച്ച് തിരക്കനുസരിച്ചിട്ടാണ്. നമ്മളിവിടെ ഇപ്പോൾ ഏകദേശം ഈ ഉച്ച സമയം 2:30-3 മണി സമയം അടുത്ത് എത്തുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അവിടെ തിരക്കുണ്ടെന്നാണ് പോകുന്ന ഓട്ടോക്കാരൻ പറയുന്നത് നമ്മളോട്. അത് നമുക്ക് അവിടെ പോയി നേരിട്ട് അന്വേഷിച്ചാൽ അറിയാം ഇനി എത്ര തിരക്കുണ്ട്, എന്ത് തിരക്കുണ്ടെന്ന്. പിന്നെ പെയ്ഡ് ടോക്കൺ ഉണ്ട്, പെയ്ഡ് ദർശനമുണ്ട്. 200 രൂപ ടോക്കൺ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കൗണ്ടർ, അമ്പലത്തിൻ്റെ കൗണ്ടർ അവിടെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് 200 രൂപേൻ്റെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ പെയ്ഡ് ദർശനം കിട്ടും. അപ്പോൾ ഞങ്ങൾ പെയ്ഡ് ദർശനത്തിന് നിന്നിട്ടില്ല, നമ്മൾ എന്തായാലും ഫ്രീ ദർശനത്തിനാണ് നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങൾ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ത്രംബകേശ്വർ. നമ്മൾ ത്രംബകേശ്വർ മന്ദിറിൻ്റെ പരിസരത്തെത്തി. അടുത്ത കാര്യങ്ങൾ നമുക്കിനി ദർശനത്തിൻ്റെ ക്യൂ അല്ലെങ്കിൽ ഫ്രീ ദർശനത്തിൻ്റെ ലൈൻ എവിടെയാണെന്ന് അന്വേഷിച്ച് വേണം അവിടെ എത്താൻ വേണ്ടി. ഏകദേശം 1 മണിക്കൂർ നാസിക്കിന്ന് ത്രംബകേശ്വറിലേക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ത്രംബകേശ്വർ ജ്യോതിർലിംഗം, ശിവലിംഗം, നാല് ചുറ്റും മലയാണ് ഇവിടെ. Nasik. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്.
ഒന്നിച്ചിട്ട് കൂടെ തന്നെ വാ, ഒന്നിച്ചന്നെ വാ. നമ്മളിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ ദർശനത്തിൻ്റെ ക്യൂവിൻ്റെ മുമ്പിലെത്തി. ഇതിപ്പോൾ ഈ കാണുന്ന തന്നെയാണ് ക്യൂ. അപ്പം പെയ്ഡ് ക്യൂവും ഫ്രീ പാസ് ക്യൂ എല്ലാം ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞാൽ അത് ഡിവോട്ടായിട്ട് പോകും. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് കയറി. ഇനി ഹാളിലേക്ക് കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. വലിയ ഹാളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം അങ്ങ് മന്ദിറിലേക്ക് കയറാൻ. അപ്പോൾ അമ്പലത്തിലേക്ക് ഇവിടുന്ന് ഇനിയും കുറേ ദൂരമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹാൾ B4 ഉള്ളത്. അപ്പോൾ ഈ B4 കഴിഞ്ഞ് A1 കഴിഞ്ഞാലാണ് മന്ദിറിൻ്റെ എൻട്രൻസിലേക്ക് ദർശനത്തിനെത്തുക. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം ഇപ്പോൾ ഇവിടെ എത്ര തിരക്കുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഹാളിൽ തന്നെ TV സ്ക്രീന് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ മന്ദിറിൻ്റെ പൂജയും കാര്യങ്ങളെല്ലാം ലൈവായിട്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കാണുന്ന TV സ്ക്രീനിൽ അവിടുത്തെ ശിവലിംഗം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളും പ്രാർത്ഥനയും പൂജകളെല്ലാം ലൈവായിട്ട് തന്നെ നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കാം. ഇവിടെ നമ്മളിങ്ങനെ കാത്തിരിക്കുക. ആളങ്ങനെ ക്യൂവിലനുസരിച്ചിട്ട് ലൈനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഹാൾ നമ്പർ B4 കഴിഞ്ഞ് B32, അതുപോലെ A സീരീസ് 1 കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ഇന്ന് ഈ ശനി ഞായർ പറഞ്ഞ പോലെ സ്കൂൾ വെക്കേഷൻ ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ടാവും. 4 മണിക്കൂറായി ക്യൂ നിൽക്കുന്ന, ഇതുവരെ ദർശനം കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു അരമണിക്കൂറും കൂടെ പിടിക്കുന്ന പ്രതീക്ഷിക്കുന്നു. അത്രയും തിരക്ക്. ഇന്ന് ശനിയാഴ്ച കൊണ്ടാണ് ഭയങ്കര തിരക്ക്. അതുപോലെ വളരെ സ്ലോ ആയിട്ടാണ് ക്യൂ നീങ്ങുന്നത്. അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിത് കാണുന്നത്. ഉള്ളിലേക്ക് കടത്തി വിടുന്ന സ്ഥലം. ഈ കാണുന്ന ഡോറിൻ്റെ ഉള്ളിലാണ് ശരിക്കും ശിവലിംഗം ഇരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. മൊബൈൽ ക്യാമറ ഒരു വിധത്തിലും അലൗഡ് അല്ല. നമുക്ക് കയ്യിൽ കൊണ്ടുപോവാം, പക്ഷേ എടുത്ത് വീഡിയോ അല്ലെ ഫോട്ടോസ് എടുക്കരുത്. കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവുക. നമ്മൾ നല്ലൊരു ദർശനം നമുക്ക് കിട്ടിയത്. പിന്നെ സമയം വൈകുന്നേരം 6:30 മണിയായി. ഈ പറഞ്ഞ പോലെ ത്രംബകേശ്വർ ജ്യോതിർലിംഗ അമ്പലമാണിത്. വൈകുന്നേരം 6:30 മണിയായി. 2:30 മണിക്ക് കയറി ക്യൂവിൽ നിന്ന് ദർശനത്തിന്. ഇപ്പാണ് ദർശനം കഴിഞ്ഞത്. ത്രംബകേശ്വർ ജ്യോതിർലിംഗം മന്ദിർ, ത്രംബകേശ്വർ നാസിക്കിനടുത്ത്. നാസിക്കിന്ന് 40 കിലോമീറ്റർ ത്രംബകേശ്വർ. ഇരുട്ടായി. 6:30 മണി. തണുപ്പ് സമയം, നവംബർ മാസമായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി. അതിൻ്റെ മെയിൻ ഗോപുരമാണ് ഈ മുമ്പ് കാണുന്നത് അമ്പലത്തിൻ്റെ. ത്രംബകേശ്വർ ജ്യോതിർലിംഗം നാസിക് അല്ലെ ത്രംബക്കർ. ഇവിടെ എത്തണമെങ്കിൽ നാസിക് വരണം. നാസിക്കിൽ നിന്ന് ത്രംബകേശ്വറിലേക്ക് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല ക്യൂ ആയിരുന്നു. ക്യൂ കഴിഞ്ഞ് 4-4.5 മണിക്കൂർ എടുത്തു ദർശനത്തിന്.
चला ആ കാണുന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ക്യൂ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് ഇങ്ങോട്ട് കയറി ഈ കാണുന്ന ഈ വിരല് ഈ കാണുന്ന അതിൻ്റെ ഉള്ളിലാണ് മണ്ഡപം. അതിൻ്റെ ഉള്ളിലാണ് ശിവലിംഗം എല്ലാം ഇല്ല. അമ്പലത്തിൻ്റെ മെയിൻ ഗോപുരം. സന്ധ്യ ആയതുകൊണ്ട് ഇരുട്ടായി 6:30 മണി ആയിട്ടില്ല സമയം. സന്ധ്യ ആയതുകൊണ്ട് ഇപ്പൊ തണുപ്പ് സമയമായോണ്ടാണ് ഇങ്ങനെ ഇരുട്ട് പെട്ടെന്നാവുന്നത്. ഇതാണ് മെയിൻ ഗോപുരം. ഇതാണ് കേട്ടോ. മുകളിലൊരു വിളക്ക് കത്തുന്നുണ്ട്, കൊടി. എക്സിറ്റ് ആണ് ആ കാണുന്ന. VIP ദർശൻ ഉണ്ട്, 200 രൂപ ഒരാൾക്ക് VIP ദർശൻ. ജനറൽ ദർശനെക്കാട്ടിയും കുറച്ചും കൂടെ പെട്ടെന്ന് ദർശനം ചെയ്ത് വരാം. ജനറൽ ദർശന്റെ അത്ര ക്യൂ നിൽക്കണ്ട. കുറച്ചും കൂടെ ബാക്കിന്ന് അമ്പലത്തിൻ്റെ ഒരു പകലാന്ന് നല്ല ഒരു ഫോട്ടോ കിട്ടുക. പക്ഷെ നമ്മൾ ദർശനം കുറേ ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ നല്ലൊരു വീഡിയോ കിട്ടുമായിരുന്നു. അമ്പലം കരിങ്കല്ലിന്റെ ആണോ അല്ലെ പിന്നെ കറുപ്പാണ് മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഇരുട്ടാവുമ്പോഴേക്കും പിന്നെ ഡാർക്കായിട്ടാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ലൈറ്റ് അടിച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക്, സ്പോട്ട് ലൈറ്റ്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ത്രംബകേശ്വർ വിശേഷങ്ങൾ. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്, ത്രംബകേശ്വറിന് ഇറങ്ങുകയാണ്. പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിന്റെ മതിലിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട സ്ഥലമെല്ലാം ഉണ്ട്. അപ്പം ഈ വീഡിയോ, ത്രംബകേശ്വർ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ത്രംബകേശ്വർ ജ്യോതിർലിംഗം കണ്ടു നമ്മൾ തിരിച്ചു പോവാണ് നാസിക്കിലേക്ക്. ഇനി ഇവിടുന്ന് ബസ് നോക്കണം തിരിച്ചു പോവാൻ. വന്നത് ഓട്ടോയിലാണ് വന്നത്. നാസിക്കിന് 600 രൂപ ഓട്ടോ, 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ തിരിച്ചിനി ബസ്സിന് പോകണം നാസിക്കിലേക്ക്. സമയം 6:30, 2 മണിക്കൂർ എന്തായാലും എടുക്കും ട്രാഫിക് എല്ലാം കടന്ന് നാസിക്ക് സിറ്റിയിലെത്തണമെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. പറ്റുമെങ്കിൽ നാസിക്ക് നൈറ്റിലുള്ള വീഡിയോസ് ഒന്ന് കവർ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് ഇനി ചിലപ്പം വേറെ ഒരു പരിപാടിയും കൂടി ഉണ്ട്, വഴിയെ പറയാം. ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടേണ്ട പ്ലാനിലാണ് ഉള്ളത്. ഓക്കെ ആൻഡ് see you with another video.
तू अंदर आ जाना. അമ്പലത്തിൻ്റെ പുറത്ത് കഴിക്കണ്ടേയും കുടിക്കണ്ടേയും പിന്നെ വിൽപ്പനക്ക് വെച്ച കുറേ സാധനങ്ങളും സൈഡിലെ വഴിയോര കച്ചവടക്കടകൾ. वाह 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 वाह. एक नहीं खिलाता है, 5 का धर्म ये लो 5 खिला. अच्छा होता है. खिला 5 का धर्म होता है. तुम्हारे हाथ से डालो. गैया का फोटो निकालो. लो भाई 10 रुपए. वाह वाह वाह. गाय का फोटो निकालो खिलाने के वक्त. वाह 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 वाह. अरे आओ को देना. മാർക്കറ്റാണിത്, മാർക്കറ്റ്. മന്ദിറിൻ്റെ മെയിൻ എൻട്രൻസ്, ശ്രീ ത്രംബകേശ്വർ മന്ദിർ മെയിൻ എൻട്രൻസ്. आपले तुपाचे डबे